കോട്ടയം പള്ളിക്കത്തോട് അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ മകന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. പ്രതി അരവിന്ദ് ലഹരിക്കടിമയെന്ന് പോലീസ് പറഞ്ഞു. കൊല്ലപ്പെട്ട സിന്ധു ലോട്ടറി വിറ്റാണ് മകനെ വളർത്തിയത്. ജോസി ബാബു വിവരങ്ങൾ പങ്കുവയ്ക്കും. കോട്ടയം പള്ളിക്കത്തോട് ഇന്നലെ വൈകിട്ട് 8 മണിയോടുകൂടിയാണ് അതിദാരുണമായി സംഭവം നടന്നത്. സ്വന്തം മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പുല്ലാനിത്തകടിയിൽ 45 വയസ്സുള്ള സിന്ധുവാണ് കൊല്ലപ്പെട്ടത്. സിന്ധു ലോട്ടറി തൊഴിലാളിയായിരുന്നു. സിന്ധുവിൻ്റെ മകൻ 26 വയസ്സുള്ള അരവിന്ദിനെ പള്ളിക്കത്തോട് പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാളുടെ അറസ്റ്റും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. ലഹരിക്കടിമയായി നിരന്തരം ഇയാൾ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഇക്കാര്യം സമീപവാസിയായ പഞ്ചായത്ത് അംഗം സ്ഥിരീകരിക്കുന്നുമുണ്ട്. എൻ്റെ അറിവിൽ ഒരു ഒന്നൊന്നര വർഷമായി കാണും. ഈ കഞ്ചാവ് കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന്റെ എൻക്വയറി നടക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാളെ അറിയുമോ എന്ന് ചോദിച്ച്. ഓട്ടോമാറ്റിക്കായിട്ടും മെമ്പറാണല്ലോ, അയലോക്കത്താണ് താമസിക്കുന്നത്. അപ്പം എന്നോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ ആളെ അറിയുമോ. അപ്പം എനിക്ക് ഇവിടെ താമസത്തിന് വന്നതായിട്ട് അറിയത്തില്ല. പിന്നെ ഇങ്ങനെ അന്വേഷിച്ച് ഞാൻ നമ്മുടെ കൂട്ടുകാരൊക്കെ ഞാൻ ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ താമസിക്കാൻ വന്നിട്ടുണ്ട്, അവൻ ഇങ്ങനെയുള്ള അഡിക്ഷൻ പെട്ട ആളാണെന്നുള്ളത് അറിയാനായിട്ട് സാധിച്ചത്. അത് കഴിഞ്ഞ് അവിടെ അറസ്റ്റ് ചെയ്യുകയോ അതിന്റെ പെനാൽറ്റി ഒക്കെ അടിച്ച് ഒഴിവായിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. ഇന്നലെ കൊലപാതകം നടത്തിയ ശേഷം ഇയാൾ തന്നെയാണ് അയൽപക്കത്തെ വീട്ടിൽ പോയി ഇത്തരത്തിൽ അമ്മയെ കൊലപ്പെടുത്തി എന്നുള്ള കാര്യം അറിയിച്ചത്. തുടർന്ന് നാട്ടുകാരും അയൽവാസികളും ബന്ധുക്കളുമൊക്കെയും ചേർന്നാണ് പോലീസിനെ അറിയിക്കുകയും സംഭവ സ്ഥലത്ത് ആദ്യം എത്തുകയും ചെയ്തത്. ഇവൻ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പോലീസുകാരെ വിളിക്കണം, പള്ളിക്കൽ സ്റ്റേഷനോട് വിളിക്കണം. ഞാൻ എന്നാന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അവരെ കൊന്നെന്ന് പറഞ്ഞു. ഞാൻ ആരെയാ കൊന്നെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതുപോലെ എൻ്റെ തള്ളയാന്ന് പറഞ്ഞു. അന്നേരത്തേന് ഇവര് വീട്ടുകാരെല്ലാം കൂടെ കൂടി പെട്ടെന്ന് കഥ അടച്ചു. എൻ്റെ കൈ വാക്കത്തി ഉണ്ടായിരുന്നു, ബ്ലഡ് ഷർട്ടിലൊക്കെ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ പെട്ടെന്ന് കഥ അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ പെട്ടെന്ന് ഞാനൊരു മെമ്പറെ വിളിച്ചു പറഞ്ഞു, നമ്മളെ പോലീസ് സ്റ്റേഷനോട് പറയാം സാറേ ഇന്നൊരു സംഭവം, അത് ചേട്ടാ ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. അതേസമയം കൊല്ലപ്പെട്ട സിന്ധു ഇവരുടെ സഹോദരങ്ങളോട് പോലും മകന്റെ ഈ സ്വഭാവ ദൂഷ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല, ഇക്കാര്യങ്ങളൊന്നും പങ്കുവച്ചിരുന്നില്ല എന്നാണ് സഹോദരങ്ങൾ വ്യക്തമാക്കുന്നത്. ആരോഗ്യം ഒട്ടുമില്ല, മാനസികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷെ ഞങ്ങളോടൊന്നും തുറന്നു പറയാറില്ല, എന്താ സംഭവിക്കുന്നതെന്നോ മകൻ എങ്ങനെയാണെന്നുള്ളതൊന്നും പറയാറില്ല. അവൻ കുഴപ്പമില്ല എന്ന് പറയും. പക്ഷെ ഇന്നലെയാണ് അത് മനസ്സിലായത്, അവൻ എത്ര അളവിന് ലഹരിക്ക് അടിമയായിട്ട് സ്വന്തം അമ്മ ഇങ്ങനെ ക്രൂരമായിട്ട് കൊല ചെയ്തു എന്നുള്ളത്. ഇവനിങ്ങനെ വഴക്കുണ്ടാക്കാനായിരുന്നു. പക്ഷെ ഇതുപോണൊക്കെ ദേഹ ഉപദ്രവം ചെയ്തിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തന്തറി അങ്ങനെ പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ ഇതുപോണൊക്കെ ഇത് ആദ്യത്തെ സംഭവം ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അവള് നമ്മളോടൊന്നും വിട്ടു പറയുകയില്ലായിരുന്നു. കാരണം അവനെ തല്ലൂന്നുള്ള പേടിച്ചിട്ട് അവള് ഒന്നും പറയത്തില്ലായിരുന്നു. എന്തായാലും ഏറെ സങ്കടപ്പെടുത്തുന്നതാണ് ഈ സംഭവം. ഏക മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. കഴിഞ്ഞ 20 വർഷമായി മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ അമ്മയാണ് കൊല്ലപ്പെട്ടത്. ലോട്ടറി തൊഴിലാളിയായ സിന്ധു അവരുടെ ഏക വരുമാനം ഉപയോഗിച്ചായിരുന്നു ഈ മകനെ പഠിപ്പിച്ച് വളർത്തിയത്. മകന് B.Ed വിദ്യാഭ്യാസത്തിന് വരെ ചേർത്തിരുന്നു. പക്ഷേ വിദ്യാഭ്യാസം പൂർത്തിയാക്കുവാൻ ഇയാൾ തയ്യാറായില്ല. തുടർന്നാണ് ഇയാൾ കൂടുതൽ ലഹരിയുടെ വഴികളിലേക്ക് പോയത്. എന്തായാലും സമൂഹത്തിന് തന്നെ ഉണർത്തി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ് ഇത് നമുക്ക് മുന്നിൽ നടന്നിരിക്കുന്നത്. കാരണം സ്വന്തം മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. അത് ലഹരി ഉപയോഗിച്ച ശേഷം ലഹരിക്കടിമയായ മകൻ അമ്മയെ കൊലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം. ടിബിൻ ഡൊമിനിക്കിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ 1.